നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റി എപ്പോഴെങ്കിലും ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരെയും ബാധിക്കുന്ന, എന്നാൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ ഒളിച്ചിരിക്കുന്ന ഒരു നിശ്ശബ്ദ ഭീഷണിയെപ്പറ്റി. ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന, കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും ശരിക്കും എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് 100% ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഇതിന്റെ ഉത്തരം കേട്ടാൽ നമ്മൾ ശരിക്കുമൊന്ന് ഞെട്ടിപ്പോകും. ഭക്ഷ്യമായം ചേർക്കൽ കേൾക്കുമ്പോൾ എന്തോ ഒരു ടെക്നിക്കൽ വാക്കാണെന്ന് തോന്നും അല്ലേ? പക്ഷേ സിമ്പിളായി പറഞ്ഞാൽ ലാഭം കൂട്ടാൻ വേണ്ടി ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന പരിപാടിയാണിത്. അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായ വസ്തുക്കൾ വരെ ചേർക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സൈലന്റ് കില്ലർ തന്നെയാണിത്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്ലേറ്റിൽ ഒളിച്ചിരിക്കുന്ന ഈ വിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും ആരാണ് ഈ കുറ്റവാളികൾ? നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും എവിടെയോ ദൂരെയുള്ള ഒന്നല്ല. നമ്മൾ ദിവസവും വിശ്വസിച്ച് കഴിക്കുന്ന, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭക്ഷണത്തിൽ തന്നെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ടേബിളിലേക്കൊന്ന് നോക്കാം. ഇത് കാണുമ്പോഴാണ് ശരിക്കും പേടി തോന്നുന്നത്. പാലിൽ അളവും കൊഴുപ്പും കൂട്ടാനായിട്ട് യൂറിയയും ഡിറ്റർജന്റും വരെ ചേർക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ മഞ്ഞൾപ്പൊടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി ലെഡ് ക്രോമേറ്റ് എന്ന വിഷം, തേനിൽ പഞ്ചസാര ലായനി, പച്ചക്കറികളൊക്കെ ഫ്രഷായി തോന്നാൻ മാലക്കേറ്റ് ഗ്രീൻ എന്ന രാസവസ്തു. ഇതെത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ മായം ചേർക്കലെന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഒന്ന്, മനഃപൂർവ്വം ചെയ്യുന്നത്, അതായത് മുളകുപൊടിയിൽ ഇഷ്ടികപ്പൊടി ഇടുന്നതൊക്കെ പോലെ. പിന്നെ ആകസ്മികമായി സംഭവിക്കുന്നത്, കീടനാശിനിയുടെ അംശമൊക്കെ ഭക്ഷണത്തിൽ വരുന്നത് പോലെ. വേറൊന്ന്, ലെഡ്, ആർസനിക് പോലുള്ള ലോഹങ്ങൾ ഫാക്ടറികളിൽ നിന്നൊക്കെ കലരുന്നത്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ നിന്ന് പോലും അപകടം വരാം. അതാണ് പാക്കേജിംഗ് അപകടങ്ങൾ. ഇനി ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭയങ്കരമാണ്. പാലിലെ യൂറിയ, എണ്ണകളിലെ മായം, ഇതൊക്കെ സ്ഥിരമായി ഉള്ളിൽ ചെന്നാൽ നമ്മുടെ കരളിനെയും കിഡ്നിയെയുമാണ് അതാദ്യം ബാധിക്കുക. പതിയെ പതിയെ അത് രണ്ടും തകരാറിലാവും. അതുമാത്രമല്ല, ക്യാൻസർ സാധ്യതയും വളരെ കൂടുതലാണ്. ഭക്ഷണത്തിന് നല്ല കളർ കിട്ടാൻ ചേർക്കുന്ന ചില രാസവസ്തുക്കളും പഴങ്ങളൊക്കെ പെട്ടെന്ന് പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളുമൊക്കെ വയറ്റിലും കരളിലും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഇത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ലെഡ്, മെർക്കുറി പോലുള്ള ഖലലോഹങ്ങൾ കുട്ടികളുടെ ശരീരത്തിലെത്തിയാൽ അതവരുടെ തലച്ചോറിന്റെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കും. പഠനവൈകല്യങ്ങൾക്കും പെരുമാറ്റ വൈകല്യങ്ങൾക്കുമൊക്കെ ഇത് കാരണമാവാം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നിയമവിരുദ്ധമായ മായം ചേർക്കലിനെ പറ്റിയാണ്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. നിയമത്തിന്റെ കണ്ണിൽ പെടാത്ത, എന്നാൽ അതിനേക്കാൾ അപകടകാരിയായ മറ്റൊരു മായം ചേർക്കൽ. അതെ, നമ്മൾ ഫാസ്റ്റ് ഫുഡിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വ്യത്യാസം? നിയമവിരുദ്ധമായ മായം ചേർക്കലെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ പുറത്തുനിന്ന് ഇഷ്ടികപ്പൊടിയോ ലെഡോ ഒക്കെ ചേർക്കുന്നതാണ്. പക്ഷേ ഈ നിയമപരമായ മായം ചേർക്കൽ അങ്ങനെയല്ല. അത് ഭക്ഷണത്തെ അൾട്രാ പ്രോസസ്സിങ്ങിലൂടെ ഒരു കെമിക്കൽ കോക്ടെയിലാക്കി മാറ്റുന്ന പരിപാടിയാണ്. രണ്ടും നമ്മുടെ ശരീരത്തിന് ഒരുപോലെ അപകടമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഫാസ്റ്റ് ഫുഡുകൾ വെറുതെ രുചിയുള്ളതല്ല, അത് നമ്മളെ അടിമകളാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അതിലെ ഉപ്പിന്റെയും പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും ഒരു പ്രത്യേക കോമ്പിനേഷൻ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സെന്ററുകളെ ഉത്തേജിപ്പിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നും. ഇതിനൊരു പേരുണ്ട്, ബ്ലിസ് പോയിന്റ് ഫോർമുല. ഈ ചാർട്ടൊന്ന് നോക്കൂ. ഉയർന്ന അളവിലുള്ള ഉപ്പ്, പഞ്ചസാര, പിന്നെ ട്രാൻസ് ഫാറ്റ്, ഇവ മൂന്നും ഒരു പ്രത്യേക അളവിൽ ചേരുമ്പോൾ അതിനൊരു പ്രത്യേക രുചി വരും. ആ രുചി നമ്മളെ വല്ലാതെ ആകർഷിക്കും. ഇതിനെയാണ് ഹൈപ്പർ പാലറ്റബിലിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആ കെണിയിൽ വീണുപോകും. ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് സ്ഥിരമായി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇതിലെ ഉയർന്ന അളവിലുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടും. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കാതെയാവും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് 2 പ്രമേഹത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. ഇത് മാത്രമല്ലട്ടോ, ഫാസ്റ്റ് ഫുഡുകളിൽ രുചി കൂട്ടാൻ ചേർക്കുന്ന MSG, പിന്നെ പാക്കേജിങ്ങിൽ നിന്നും മറ്റും ഭക്ഷണത്തിൽ കലരുന്ന ഫ്താലേറ്റ്സ് പോലുള്ള രാസവസ്തുക്കൾ വേറെയുമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ വരെ താറുമാറാക്കാൻ കഴിവുള്ളവയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്കിതിനുള്ള പരിഹാരത്തിലേക്ക് കടക്കാം. പേടിച്ചിരിക്കുകയല്ല വേണ്ടത്, ഇതിനെ എങ്ങനെ നേരിടാമെന്ന് പഠിക്കണം. നമുക്കെല്ലാവർക്കും ഒരു ഫുഡ് ഡിറ്റക്റ്റീവ് ആകാം, നമ്മുടെ സ്വന്തം അടുക്കളയിൽ വെച്ച് തന്നെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഒരു തുള്ളി പാലെടുത്ത് വൃത്തിയുള്ള, ചെറുതായി ചരിഞ്ഞ ഒരു പ്രതലത്തിൽ ഒഴിച്ചു നോക്കുക. ശുദ്ധമായ പാലാണെങ്കിൽ അത് പതുക്കെ ഒഴുകിപ്പോവുകയും അതിന്റെ പിന്നിൽ വെളുത്തൊരു പാട് കാണുകയും ചെയ്യും. എന്നാൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലോ അത് ഒരു പാടും അവശേഷിപ്പിക്കാതെ വെള്ളം പോലെ പെട്ടെന്നൊഴുകിപ്പോവും.
സിമ്പിളല്ലേ? ഇനി അടുത്തത് തേൻ. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ചു നോക്കൂ. ശുദ്ധമായ തേനാണെങ്കിൽ അത് വെള്ളത്തിൽ കലങ്ങാതെ ഒരു നൂല് പോലെ നേരെ താഴെ പോയി അടിയും. മായം ചേർത്തതാണെങ്കിലോ, പഞ്ചസാര ലായനി കലർത്തിയതാണെങ്കിൽ അത് വെള്ളത്തിൽ വീഴുമ്പോഴേ കലങ്ങാൻ തുടങ്ങും. മഞ്ഞൾപ്പൊടിയുടെ കാര്യത്തിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിന്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറുക. നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് പതുക്കെ താഴേക്ക് പോകും, വെള്ളത്തിന് വലിയ നിറവ്യത്യാസം വരില്ല. പക്ഷേ മെറ്റാനിൽ യെല്ലോ പോലുള്ള കെമിക്കൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പൊടി വെള്ളത്തിൽ വീണയുടൻ തന്നെ കടും മഞ്ഞ നിറത്തിൽ താഴേക്ക് പടർന്നു പോകുന്നത് കാണാം. ഈ ചെറിയ ടെസ്റ്റുകളൊക്കെ നല്ലതാണ്. പക്ഷെ അതിനപ്പുറം ഒരു സ്മാർട്ട് കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് സ്ഥിരമായി പിന്തുടരാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ഒരു ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഒന്നാമത്തേത്, പറ്റുമെങ്കിൽ കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഇടനിലക്കാർ കുറയുമ്പോൾ മായം ചേർക്കാനുള്ള സാധ്യതയും കുറയും. രണ്ടാമത്തേത്, പാക്കറ്റിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ലേബൽ നന്നായി വായിക്കുക. FSSAI പോലുള്ള സർട്ടിഫിക്കേഷനുകളുണ്ടോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്നൊക്കെ നോക്കണം. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപ്പോ വിനാഗിരിയോ ചേർത്ത വെള്ളത്തിൽ കുറച്ചുനേരം ഇട്ടുവെച്ച് നന്നായി കഴുകുക. ഇത് ഒരു പരിധിവരെ കീടനാശിനികളെ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോ ഭക്ഷണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രഹസ്യങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയില്ലേ? ഈ അറിവ് വെച്ച് ഇനി നിങ്ങൾ എങ്ങനെയായിരിക്കും സാധനങ്ങൾ വാങ്ങുക? അടുത്ത തവണ സൂപ്പർമാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് രീതികളിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.